അപ്പോൾ പത്തായം ചതിച്ചാശാനേ എന്നുള്ള വീഡിയോൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നമ്മളെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ നൂൽ പൊറോട്ട അതിൻ്റെ കൂടെ ബ്രോസ്റ്റുമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായിരുന്നു പുറത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ മഴയത്ത് പൊതുവേ ഈ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കേണ്ട ടെൻഡൻസി ഇങ്ങനെ കൂടും. അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കയറിയതാണ് കേട്ടോ. ഞാൻ വീഡിയോസ് സിനിമാറ്റിക് മോഡിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകൊണ്ടു അന്ന് അതിനനുസരിച്ച് വീഡിയോസ് ഈ മെത്തേഡിൽ തന്നെ ഫോളോ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ എത്തി. നൂൽ പൊറോട്ടയൊക്കെ നൂല് പോലെ വന്നിട്ടുണ്ട് സംഭവം. പക്ഷേ ഒരു ഗുമ്മുണ്ടായിരുന്നില്ല ഗൈസ്. നമ്മൾ അൽഫാമും പൊറോട്ടയൊക്കെ മേടിക്കൂലേ, ആ പൊറോട്ട പിറ്റേഴ്സ് രാവിലെ നമ്മൾ അമ്മമാർക്കുണ്ട് ഒരു റീമേക്ക് ചെയ്യൽ എന്ന് വെച്ചാൽ ദോശക്കല്ലിലൊക്കെ ഇട്ടിട്ട് ആ ഒരു ഫീൽ ചെയ്യുന്നു കേട്ടോ. പൊറോട്ട ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബ്രോസ്റ്റ് നന്നായിരുന്നു കേട്ടോ. ബ്രോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊറോട്ട അതിൻ്റെ കൂടെയുള്ള കറി എനിക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ കഴിക്കുക. പിന്നെ പൊറോട്ടത്തെ കറി എനിക്ക് തീരെ പറ്റിയിരുന്നില്ല. അത് കാരണം ഞാനൊരു ബട്ടർ ചിക്കനും കൂടി ഓർഡർ ചെയ്തു കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ബട്ടർ ചിക്കനിൽ പുറത്തൊക്കെ ബട്ടർ ഉണ്ടായിരുന്നു, പക്ഷേ നല്ല മധുരം എന്ന് വെച്ചാൽ നമ്മളെ പുളിയേഞ്ചിയൊക്കെ ഉണ്ടാവുമല്ലോ, അത്ര മധുരം കേട്ടോ. അത്ര മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെ, പക്ഷേ എനിക്ക് ബട്ടർ ചിക്കനിൽ അത്ര മധുരം ഇഷ്ടമല്ല. അപ്പോൾ അത് രണ്ടും എനിക്ക് വല്ലാതെ എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ അതാ കോഫി നന്നായിരുന്നു കേട്ടോ. എനിക്ക് ബ്രോസ്റ്റും കോഫിയും മാത്രമേ ഉള്ളൂ പറ്റിയത്. പിന്നെ അതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബില്ല് എനിക്ക് 545 രൂപയായിട്ടോ വന്നത്. അതാ ബില്ല് പാറിപ്പോവുകയും ചെയ്തു. പിന്നെ അതാ ഫൈസിക്ക് പിന്നെ ചിക്കൻ ആയാൽ മതി, ഒക്കെ അടിപൊളി തന്നെ ഫൈസിക്ക്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ PM വന്നിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ കഴിച്ചു അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല. ഞാൻ ഈ ഇടക്കിടക്ക് പത്തായത്തേക്കൊക്കെ പോണത് തന്നെയാണ്. പക്ഷേ ഇതെന്താ പ്രാവശ്യം എന്തായി എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു റീമേക്കിംഗ് ഒന്നും എനിക്ക് ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണ്, എനിക്ക് പറ്റിയില്ല. നിങ്ങൾക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ പഴയ പത്തായത്തിൻ്റെ ആ ഒരു വൈബ് കിട്ടണില്ല. പിന്നെ ഞങ്ങളത് ആ ഫുഡൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. ഞങ്ങളെ നാടാണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ആ മലയും കണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.